അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. മധുശ്ച കുപിതസ്തത്ര ഹരിണാ സഹ സംയുഗം കർത്തും പ്രചലിതസ്തൂർണം കൈഡഭസ്തു തഥാ സ്ഥിത. ബാഹുയുദ്ധം തയോരാസീൽ മല്ലയോരിവമത്തയോ ശ്രാന്തോ മധൗ കൈഡഭസ്തു സംഗ്രാമമകരോത്തദാ. പുനർമധു കൈഡഭശ്ച യുയുധാതേ പുനഃ പുനഃ ബാഹുയുദ്ധേന രാഗാന്ധൗ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. പ്രേക്ഷകസ്തു തദാ ബ്രഹ്മാ ദേവീ ചൈവാന്തരീക്ഷഗാ. നമംളതുസ്തദാ തൗ തു വിഷ്ണുസ്തു മ്ലാനിമാപ്തവാൻ. പഞ്ചവർഷസഹസ്രാണി യദാ ജാത്യാനി യുധ്യത ഹരിണാ ചിന്തിതം തത്ര കാരണം മരണം തയോ. പഞ്ചവർഷസഹസ്രാണി മയാ യുദ്ധം കൃതം കില ന ശ്രാന്തൗ ദാനവൗ ഘോരൗ ശ്രാന്തോഹം ചൈതദദ്ഭുതം. ക്വ ഗതം മേ ബലം ശൗര്യം കസ്മാൽചേതാവനാമയോ കിമത്ര കാരണം ചിന്യം വിചാര്യ മനസാത്വിഹ. ഇതി ചിന്താപരം ദൃഷ്ട്വാ ഹരിം ഹർഷപരാവുഭൗ ഊചതുസ്തൗ മദോന്മത്തൗ മേഘഗംഭീരനിസ്വനൗ. തവ നോചേൽബലം വിഷ്ണോ യദി ശ്രാന്തോസി യുദ്ധത
ബ്രൂഹി ദാസോസ്മി വാ നൂനം കൃത്വാ ശിരസി ചാഞ്ജലിം നോ ചേൽ യുദ്ധം കുരുഷ്വാദ്യ സമർത്ഥോസി മഹാമതേ ഹത്വാ ത്വാം നിഹനിഷ്യാവ പുരുഷം ച ചതുർമുഖം ശ്രുത്വാ തദ്ഭാഷിതം വിഷ്ണുസ്തയോസ്തസ്മിൻ മഹോദധൗ ഉവാച വചനം ശ്ലക്ഷ്ണം സാമപൂർവം മഹാമനാ ഹരിരുവാച ശ്രാന്തേ ഭീതേ ത്യക്തശസ്ത്രേ പതിതേ ബാലകേ തഥാ പ്രഹരന്തി ന വീരാസ്തേ ധർമ്മ ഏഷ സനാതന പഞ്ചവർഷസഹസ്രാണി കൃതം യുദ്ധം മയാ ത്വിഹ ഏകോഹം ഭ്രാതരൗ വാം ച ബലിനൗ സദൃശൗ തഥാ കൃതം വിശ്രമണം മധ്യേ യുവാഭ്യാം ച പുനഃ പുനഃ തഥാ വിശ്രമണം കൃത്വാ യുദ്ധേഹം നാത്ര സംശയ തിഷ്ഠതം ഹി യുവാം താവൽ ബലവന്തൗ മദോത്കടൗ വിശ്രാമ്യാഹം കരിഷ്യാമി യുദ്ധം വാ ന്യായമാർഗത. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളാണ് നാം ഇന്ന് പാരായണം ചെയ്തത്. അതിൻ്റെ ഭാഷാഗാനമാണ്, തർജ്ജമയാണ് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുപിതനം മധു ഹരി തൻ്റെ നേരെ പാഞ്ഞടുത്തു കാഴ്ചക്കാരനായി നിന്നു കൈടഭൻ താനും. പതിച്ച മല്ലന്മാരെ പോൽ ഇരുവരും യുദ്ധം ചെയ്തു. മധു തളർന്നതാം നേരം കൈടഭനെത്തി. കൈടഭൻ തളർന്ന നേരം വീണ്ടും മധു ഈ വിധത്തിൽ ഇരുവരും മാറി മാറി യുദ്ധം തുടർന്നു. അന്തരീക്ഷത്തിങ്കൽ നിന്നു ബ്രഹ്മാവും ദേവിയും താനും അത്യദ്ഭുത യുദ്ധത്തിൻ്റെ കാഴ്ചക്കാരായി. അസുരന്മാർ രണ്ടുപേരും അല്പം പോലും തളർന്നില്ല. അച്യുതനാം വിഷ്ണു പക്ഷേ തളർന്നു പോയി. 5000 വർഷക്കാലം ഇത്തരത്തിൽ യുദ്ധം ചെയ്തു. അവസാനം വധോപായം വിഷ്ണു ചിന്തിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 5000 വർഷം അതിഘോരമായ യുദ്ധം ചെയ്തു. അസുരന്മാർ രണ്ടുപേർക്കും ക്ഷീണമേയില്ല. അതിനിടെ ഞാനാകട്ടെ അത്യധികം ക്ഷീണിതനായി. അത്ഭുതം ഇതത്യത്ഭുതം സംശയമില്ല.
എവിടെ പോയി എൻ്റെ ബലം അത്യധികമായ ശൗര്യം? എവിടെ പോയി എൻ്റെ ബലം അത്യധികമായ ശൗര്യം? എന്തുകൊണ്ടു ഇവർക്കൊട്ടും തളർച്ചയില്ല? എന്താണിതിനുള്ള ഹേതു? ആലോചിക്കേണ്ടതു തന്നെ. ഏകാക്ഷരിപതി ഹരി ഏവം ചിന്തിച്ചു. അച്യുതന്റെ ചിന്ത കണ്ടു മതിച്ചവർ മോദിച്ചവർ. അസുരനോ ഇടിവെട്ടും പോലെ പറഞ്ഞു, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശക്തിയില്ലേൽ വിഷ്ണു നീയും തലയിൽ കൈകളെ ചേർത്ത് ഞങ്ങളുടെ അടിമയാണെന്നു പറയൂ. അതല്ലെങ്കിൽ ഉടൻ തന്നെ യുദ്ധത്തിനായി തയ്യാറാകൂ. അതിനു നിനക്കു ഏറെ കഴിവുണ്ടല്ലോ. അപ്പോൾ നിന്നെ കൊല്ലും ഞങ്ങൾ. നിന്നെ കൊല ചെയ്ത ശേഷം ആ ചതുർമുഖനെ ഞങ്ങൾ നിഗ്രഹിച്ചിടും. അവരുടെ വാക്കു കേട്ടു അനന്തശായിയാം വിഷ്ണു അവരോടു അനുനയ രൂപത്തിൽ ചൊല്ലി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ക്ഷീണിതനായവനെയും ഭയപ്പെട്ട ജനത്തെയും അസ്ത്രമില്ലാത്തവനെയും പതിതനെയും ബാലനെയും വീരജനം ആക്രമിക്കുകയില്ലല്ലോ. യുദ്ധം ചെയ്യുകയുമില്ല, ഇതു നിശ്ചയം. യുദ്ധം ചെയ്യുകയുമില്ല, ഇതു നിയമം. 5000 വർഷമായി ഒറ്റയ്ക്കാണു മമ യുദ്ധം. തുല്യബലമുള്ള നിങ്ങൾ രണ്ടുപേർ താനും. നിങ്ങൾ മാറി മാറി യുദ്ധം ചെയ്തിടുന്നതു പോലവേ ഞാനും അല്പം വിശ്രമിച്ചു യുദ്ധം ചെയ്തിടാം. വിശ്രമിച്ചു കഴിയുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കൂ. വിശ്രമം കഴിഞ്ഞാൽ ഞാനും യുദ്ധം ചെയ്തിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, എൻ്റെ അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് ഗുരുപൂർണിമ.
സകല ഗുരുനാഥന്മാരുടെയും ഗുരുവായ പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ ഒരു കീർത്തനം പാടി സമർപ്പിക്കുന്നു. ഗുരുവാണ് ഗുരുവായൂരപ്പൻ. ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു മരുതാലയേശൻ. ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു മരുതാലയേശൻ. സ്വരമാണു ഗുരുവായൂരപ്പൻ, സപ്തസ്വരമേകും ഗുരുവാണൻ കണ്ണൻ. വരമേകും കാരുണ്യം കണ്ണൻ. ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു മരുതാലയേശൻ. ഗുരുപൂർണിമയുടെ പുണ്യദിനത്തിലായി ഗുരുജനസ്മരണയിൽ ഞാനിറങ്ങി. ഗുരുപൂർണിമയുടെ പുണ്യദിനത്തിലായി ഗുരുജനസ്മരണയിൽ ഞാനിറങ്ങി. ഗുരുവായൂരമ്പല മതിലകം തന്നിലായി ഗുരുവായി നിൽക്കുന്നൻ കണ്ണൻ. എൻ്റെ ഗുരുവാകും വാതാലയേശൻ. ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു മരുതാലയേശൻ. ഗരമധു ഭക്ഷിച്ച സദാശിവനും ജഗദ്ഗുരുവാം സാക്ഷാൽ ശ്രീശങ്കരനും. ഗരമധു ഭക്ഷിച്ച സദാശിവനും ജഗദ്ഗുരുവാം സാക്ഷാൽ ശ്രീശങ്കരനും. ഗുരുകൃപ തേടിയതേതു ശ്രീപാദത്തിൽ ഗുരുവാണു ഗുരുവായൂരപ്പൻ. ആ ഗുരുവാണു ഗുരുവായൂരപ്പൻ, ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു മരുതാലയേശൻ. പരമമാം സത്യത്തെ തിരിച്ചറിഞ്ഞു, പിന്നെ പരമപുരാണത്തെ രചിച്ചു വ്യാസൻ. പരമമാം സത്യത്തെ തിരിച്ചറിഞ്ഞു, പിന്നെ പരമപുരാണത്തെ രചിച്ചു വ്യാസൻ. പാരാകെ നിറയുമ ഗുരുകൃപാസാരത്തെ ഗുരുവായൂരപ്പനിൽ കണ്ടു. വ്യാസഗുരുവായി കണ്ണൻ നിറഞ്ഞു. ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു ഗുരുവായൂരപ്പൻ. കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥനു നീ നൽകി വരമാരി പോൽ തവ ഗീത. കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥനു നീ നൽകി വരമാരി പോൽ തവ ഗീത. ഒരു മാത്ര പോലും പിരിയുവാനാവാത്ത കരയുന്ന ഭക്തനും ഗീത.
നിന്റെ കരുണതൻ ഉദ്ധവ ഗീത. ഗുരുവാണു ഗുരുവായൂരപ്പൻ, ലോക ഗുരുവാണു മരുതാലയേശൻ. സ്വരമാണു ഗുരുവായൂരപ്പൻ, ശബ്ദസ്വരമേകും ഗുരുവാണൻ കണ്ണൻ. വരമേകും കാരുണ്യം കണ്ണൻ, ഗുരുവാകും വാതാലയേശൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ഇന്ന് 57ാമത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഇന്ന് ഗുരുപൂർണിമയുടെ പുണ്യം നിറഞ്ഞ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവാണ് ഗുരുവായൂരപ്പൻ എന്ന ഒരു കീർത്തനം നിങ്ങൾ കേട്ടു. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ പ്രഭാഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകം മുതൽ 29ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണമായും ഭാഷാഗാനമായും ഒക്കെ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇവിടെ മധുകൈടഭന്മാരുടെ അനിതരസാധാരണമായ ആ ശക്തി കാണുന്ന വിഷ്ണു ചെയ്യുന്ന പ്രവർത്തികൾ, ആ യുദ്ധത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും യുദ്ധത്തിൻ്റെ പൊളപ്പ് ഞാൻ ഇല്ലാതെയാക്കും, നിങ്ങളെ ഞാൻ കാലപുരിയിലേക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞ വിഷ്ണുവിൻ്റെ വാക്കുകേട്ട് മധുശ്ച കുപിതസ്തത്ര ഹരിണാസഹ സംയുഗം കർത്തും പ്രചലിതസ്തൂർണം കൈഡഭസ്തു തഥാസ്ഥിത. ദേഷ്യം വന്നു. കുപിതനായ ആ മധു ഉടൻ തന്നെ ഹരിയുമായി യുദ്ധം തുടരാനായിട്ട് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നു. കൈഡഭനോ കൈഡഭസ്തു തഥാസ്ഥിത. അത് നോക്കിക്കൊണ്ട് ഒരു കാഴ്ചക്കാരൻ എന്നതുപോലെ കൈഡഭൻ നിന്നു. മധുവും ആ ഭഗവാനും തമ്മിലുള്ള യുദ്ധം. ബാഹുയുദ്ധം തയോരാസിൽ മല്ലയോരിവ മത്തയോ. മത്തന്മാരായ മതോന്മത്തന്മാരായ രണ്ട് മല്ലന്മാർ എന്നതുപോലെ അവർ ബാഹുയുദ്ധം, മുഷ്ടിയുദ്ധം ആരംഭിച്ചു. ശ്രാന്തോ മധു, മധു തളർന്നപ്പോ കൈഡഭസ്തു സംഗ്രാമമകരോത്തത. കൈഡഭൻ ആ യുദ്ധത്തിലേക്ക് കടന്നു വന്നു, ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പുനർമധു കൈഡഭശ്ച. പിന്നെ മധുവിൻ്റെ യുദ്ധമാണ്. മധുവിൻ്റെ യുദ്ധം വീണ്ടും കൈഡഭൻ. ഇങ്ങനെ അവർ മധുവും കൈഡഭനും പുനഃപുന വീണ്ടും മാറി മാറി ബാഹുയുദ്ധേന രാഗാന്ധൗ വിഷ്ണുന പ്രഭവിഷ്ണുന. ആ വിഷ്ണുവുമായി അവർ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടത്തി. പ്രേക്ഷകസ്തു തഥാ ബ്രഹ്മാദേവീ ചൈവാന്തരീക്ഷക. ബ്രഹ്മാവ്, അതേപോലെ അന്തരീക്ഷസ്ഥിതയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവി, അവർ കാഴ്ചക്കാര്. അമ്ലതുസ്തദാ തൗതു വിഷ്ണുസ്തു മ്ലാനിമാപ്തവാൻ. രണ്ട് ദാനവന്മാർക്കും ഒട്ടും തന്നെ തളർച്ചയുണ്ടായില്ല. വിഷ്ണു അപ്പോഴേക്കും തളരുകയും ചെയ്തു. എത്ര വർഷം? 5 വർഷസഹസ്രാണി യഥാ ജാതാനി യുദ്ധ്യത. 5 വർഷസഹസ്രം, 5000 കൊല്ലം ഇങ്ങനെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഹരിണ ചിന്തിതം തത്ര കാരണം മരണം തയോ. ഹരി അവിടെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ യുദ്ധം 5000 വർഷം നീണ്ടു നിന്നത്?
ഇരുവരെയും കൊല്ലാനുള്ള മാർഗം എന്താണ് എന്ന് ഹരി ആലോചിക്കുന്നു. പഞ്ചവർഷ സഹസ്രാണി മയാ യുദ്ധം കൃതം കില ന ശ്രാന്തോ ദാനവോ ഘോരോ ശ്രാന്തോഹം ചെയ്തതത്ഭുതം. 5000 വർഷം ഞാൻ യുദ്ധം ചെയ്തു, എന്നിട്ടും ആ ദാനവന്മാർക്ക് അസുരന്മാർക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു കുലുക്കമില്ല, ഒരു ക്ഷീണമില്ല, ഒരു വാട്ടമില്ല. ഞാനോ ക്ഷീണിച്ചു. ഇതാണ് അത്ഭുതം. ക്വഗതം മേ ബലം ശൗര്യം, എവിടെ പോയി എൻ്റെ ബലവും ശൗര്യവുമല്ലേ എല്ലാം. കസ്മാൽ ചേതാവ് അനാമയവും, ഇവർക്ക് എന്തുകൊണ്ട് തളർച്ചയുണ്ടായില്ല. കിമത്ര കാരണം ചിന്യം വിചാര്യ മനസാത്യുഹ, ഇതിന് എന്താണ് കാരണം? നല്ല പോലെ മനസ്സിരുത്തി ആലോചിക്കേണ്ടതാണ് ഇത്. ഇതി ചിന്താപരം ദൃഷ്ട്വാ ഹരിം ഹരിഷപരാവുഭൗ ഊചതുസ്തൗ മദോന്മത്തൗ മേഘഗംഭീര നിസ്വനൗ. വിഷ്ണു ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹർഷപരാവുഭൗ, ഹർഷം കൊണ്ട് ആഹ്ലാദഭരിതരായി, അതേപോലെ തന്നെ മദോന്മത്തരായി ആ 2 അസുരന്മാരും ഊചതുസ്തൗ മേഘഗംഭീര നിസ്വനവും, മേഘതുല്യമായ മേഘശബ്ദം പോലെ ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ അവർ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? തവനോ ചേൽബലം വിഷ്ണു യതി ശ്രാന്തോസി യുദ്ധത ബ്രൂഹി ദാസോസ്മി വാനൂനം കൃത്വാ ശിരസി ചാഞ്ജലിം. ഹേ വിഷ്ണു, തവ നോ ചേൽബലം, നിനക്ക് ശക്തിയില്ലെങ്കിൽ, യതി ശ്രാന്തോസി യുദ്ധത, ഈ യുദ്ധത്തിൽ നിനക്ക് തളർച്ചയുണ്ടായെങ്കിൽ, ബ്രൂഹി എന്ത് പറയണം? ദാസോസ്മി, ഞാൻ നിങ്ങളുടെ ദാസനാണേ എന്ന് നൂനം കൃത്വ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിരസി ചാഞ്ജലിം, കൈ ശിരസിൽ ചേർത്ത് വെച്ച് കൂപ്പുകൈകളുമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. അല്ലെങ്കിലോ നോ ചേൽ യുദ്ധം കുരുഷ്വാദ്യ, അതല്ലെങ്കിൽ യുദ്ധം ചെയ്തോളൂ. സമർത്ഥോസി മഹാമതേ, ബുദ്ധിയുള്ളവനെ, നിനക്ക് അതിന് കഴിവുണ്ടല്ലോ. ഹത്വാ ത്വാം നിഹനിഷ്യാവ പുരുഷം ചതുർമുഖം, നിന്നെ കൊന്നിട്ട് വേണം ആ 4 മുഖമുള്ളവനെ കൊല്ലാൻ. 4 കൈയുള്ള നിന്നെ കൊന്നിട്ട് 4 മുഖമുള്ള അവനെ കൊല്ലുക, അതാണ് ഞങ്ങൾ 2 പേരുടെ നിശ്ചയം. ശ്രുത്വാ തദ്ഭാഷിതം വിഷ്ണു തയോസ്തസ്മിൻ മഹോദധൗ ഉവാച വചനം ശ്ലക്ഷ്ണം സാമപൂർവം മഹാമന. മഹാബുദ്ധിമാന്മാരെ, മഹാസമുദ്രത്തിൽ വെച്ച് ആ ഗംഭീരന്മാരായ അസുരന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണു അവരോട് ഇനി നല്ലത് ദേഷ്യപ്പെടില്ല, അനുനയ രൂപത്തിലിരിക്കുകയാണ് വേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ശ്രാന്തേ ഭീതേ ത്യക്തശസ്ത്രേ പതിതേ ബാലകേ തഥാ പ്രഹരന്തി ന വീരാസ്തേ ധർമ്മ ഏഷ സനാതന. ക്ഷീണിക്കപ്പെട്ടവൻ, ശ്രാന്തൻ, ഭീതൻ, പേടിച്ചാള്, ത്യക്തശസ്ത്രേ, ആയുധം ഉപേക്ഷിച്ച ആള്, പതിത്, വീണുകിടക്കുന്ന ആള്, ബാലകേ തഥാ, ബാലന്മാര്, ഇവരെ ആരെയും പ്രഹരന്തിന വീര, വീരന്മാര് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും അടിക്കില്ല, അവരോട് യുദ്ധം ചെയ്യില്ല. അത് എന്താണ്? നിത്യമായ സനാതനമായ ധർമ്മമാണ്, നിയമമാണ്. പഞ്ചവർഷ സഹസ്രാണി കൃതം യുദ്ധം മയാത്വിഹ, ഞാൻ 5000 വർഷം യുദ്ധം ചെയ്തു. ഏകോഹം ഭ്രാതരോ വാംച ബലിനോ സദൃശൗ തഥാ, നിങ്ങൾ തുല്യ ബലവാന്മാരായിട്ടുള്ള 2 സഹോദരന്മാര്, ഞാനോ ഏകോഹം, ഞാൻ ഒറ്റയ്ക്കാണ്. കൃതം വിശ്രമണം മധ്യേ യുവാഭ്യാം ച പുനഃപുന തഥാ വിശ്രമണം കൃത്വാ യുദ്ധേഹം നാത്ര സംശയ. നിങ്ങൾ മാറി മാറി ഈ യുദ്ധത്തിനിടയിൽ വിശ്രമിക്കണില്ലേ, എന്നിട്ട് യുദ്ധം ചെയ്യണു. ഞാനും അങ്ങനെ ഒത്തിരി നേരം വിശ്രമിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാം. തിഷ്ഠതം ഹി വാം താവൽ ബലവന്തവും മതോത്കടവും വിശ്രമ്യാഹം കരിഷ്യാമി യുദ്ധം വാ ന്യായമാർഗത. മതോന്മത്തരായി ബലവാന്മാരായി നിങ്ങൾ, ഞാൻ വിശ്രമിച്ചു കഴിയണത് വരെ നിങ്ങൾ കാത്തു നിൽക്കൂ. വിശ്രമിച്ചു കഴിഞ്ഞാലോ, ഞാൻ പറഞ്ഞില്ലേ, വാക്ക് തന്നില്ലേ, ധർമാനുസൃതമായി നിങ്ങളോട് യുദ്ധം ചെയ്യാം, യാതൊരു സംശയവും വേണ്ട എന്ന് ഭഗവാൻ പറയുന്ന ആ 29ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മളിന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുപൂർണിമയുടെ ഏറ്റവും ധന്യമായ പുണ്യം നിറഞ്ഞ ഭക്തി നിർഭരമായ ആശംസകൾ നേരുന്നു. നാളെ നമുക്ക്
30-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. എല്ലാവരെയും ആ അമ്മ ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.